ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആര്യ. ഐര മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവ്യബലി മധ്യേയും പ്രാർത്ഥനകളുടെ സമാപനങ്ങളിലും നമ്മൾ ആവർത്തിച്ച് പ്രയോഗിക്കാറുള്ള ഒരു പദമാണ് ആമേൻ എന്നുള്ളത്. ആമേൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എപ്പോഴൊക്കെയാണ് അത് പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായി പോകുന്നത്. സ്ഥിരതയുള്ള, വിശ്വാസ്യതയുള്ള എന്നർത്ഥം വരുന്ന ഒരു ഹീബ്രു പദമാണ് ആമേൻ. ക്രിസ്ത്യാനികളും യഹൂദരും അതിപ്രാചീന കാലം മുതൽ അവരുടെ സകല പ്രാർത്ഥനകളും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. വൈദികൻ പ്രാർത്ഥനകൾ ഉച്ചരിച്ചതിനു ശേഷം ദൈവജനം ആമേൻ പറയുന്നതിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആമേൻ പറയുന്നതിലൂടെയും നാം അർത്ഥമാക്കുന്നത് അതെ, അങ്ങനെയാവട്ടെ എന്നാണ്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആമേൻ എന്ന പദം കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 13-ാം വാക്യം ഈശോ എന്ന നാമത്തിന് പകരം ആമേൻ എന്ന പദം ഉപയോഗിക്കുന്നത് കാണാം. മറ്റൊരറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.